ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കേരളം വലിയ ദുരിതക്കയത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. നമ്മളെല്ലാവരും എത്രയോ നിസ്സാരരാണെന്നും ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് നമ്മെ വഴി നടത്തുന്നതെന്നും ഓർമ്മപ്പെടുത്തുന്ന സമയമാണിപ്പോൾ. ദുരിതങ്ങളുടെ സമയത്ത് നാം ദൈവത്തെ പഴിക്കുകയല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിളിച്ചപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ ദുഃഖിതരാണ്. കാരണം വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് കുടുംബങ്ങളും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. വളരെയേറെ അരക്ഷിതത്വത്തിൽ കഴിയുന്ന ആ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അനേകം മക്കൾ, അവരുടെ ഒരു ജീവിതകാലം മുഴുവനുമുള്ള അധ്വാനം നഷ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ കണ്ണീരും അവരുടെ നിലവിളിയും നമ്മിലുള്ള ദൈവത്തിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹത്തെ തൊട്ടുണർത്തട്ടെ. അവരെ സഹായിക്കുവാൻ താങ്ങായിട്ട് നമുക്ക് മാറാം. ഇനിയും അവർ നമ്മെപ്പോലെ ജീവിതം പടുത്തുയർത്തേണ്ടതുണ്ട്. നമുക്കുള്ളത് പങ്കുവെച്ചുകൊണ്ട് അവരെ സഹായിക്കാം. ഏറ്റവും പ്രത്യേകമായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സമാശ്വാസം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരണമടഞ്ഞു പോയ അനേകം സഹോദരങ്ങൾ, അവിടെ 200ഓളം പേര് മരിച്ചുവെന്ന് ഇപ്പോൾ വാർത്തകളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രത്യേകമായി അവർക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ ഒരുക്കങ്ങളില്ലാത്ത സമയത്ത് അവർ ഈ ജീവിതത്തിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കാം. കർത്താവിൻ്റെ കരുണ അവരുടെ മേൽ വർഷിക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, വയനാട്ടിലേതുപോലെ വലിയ ദുരന്തമല്ലെങ്കിലും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒത്തിരിയേറെ ദുരന്തം വിതച്ചുകൊണ്ടാണ് ഈ മഹാമാരി കടന്നു പോകുന്നത്. ഞാനായിരിക്കുന്ന തൃശ്ശൂരിലെ 2018 ഉണ്ടായിരുന്നതിനേക്കാളേറെ വെള്ളം ഈ പല ഭവനങ്ങളിലും വന്നിട്ടുണ്ട്. ഇന്നലെ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശിക്കുവാനായിട്ട് താഴ്ത്തുപിതാവിനോടൊപ്പം പോകുവാൻ എനിക്ക് സാധിച്ചു. മനുഷ്യരുടെ കണ്ണുകളിലെ ദൈന്യത അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. എന്നാൽ അവിടെയെല്ലാം ഒത്തിരി ഔദാര്യത്തോടുകൂടി സഹോദരങ്ങൾ വിവിധ ജാതി മത വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളില്ലാതെ കൈത്താങ്ങായി കടന്നു വരുന്നത് കാണുവാൻ സാധിച്ചു. നമുക്കേവർക്കും ദൈവത്തിൻ്റെ ഈ കരവേലയെ ഒന്നിപ്പിക്കുന്ന കരത്തെ തിരിച്ചറിയാം. ഏറെ സന്തോഷം നൽകുന്നൊരു കാര്യം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെത്രാന്മാരോ സഭാധികാരികളോ ഒക്കെ പറയാതെ തന്നെ അനേകം വൈദികരും സമർപ്പിതരും അൽമായ സുഹൃത്തുക്കളും ഇപ്പോൾ ആ ദുരിത മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മെ തന്നെ മറന്നുകൊണ്ട് വേദനിക്കുന്നവരിലേക്ക് ഒഴുകിയിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു, നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും സഭ ഒന്നു ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ സമയത്ത് വേദനിക്കുന്നവരോട് കൂടെയായിരിക്കാം. ഇനിയും മഴ തുടരുകയാണ്. ഒത്തിരി ഇടങ്ങളിൽ ഇപ്പോഴും ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ്. നമുക്ക് കരുതലോടുകൂടെ ആയിരിക്കാം.
2018 കുറച്ചുകൂടെ ഒരുക്കത്തോടുകൂടെ ഇതിനെ നേരിടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ സന്ദർശിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ സേന കുറെക്കൂടെ ഉണ്ടായിരുന്നു. അവർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. എങ്കിലും ഈ ദുരന്തവും കടന്നു പോകും. നമ്മൾ തുടർന്ന് അങ്ങോട്ട് അടുത്തു വരുന്ന ദുരന്തത്തിന് എങ്ങനെ ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിൻ്റെ ഈ മാറി വരുന്ന പരിസ്ഥിതിയെ വളരെയേറെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ വിധത്തിൽ മുൻകരുതലുകൾ എടുക്കണം? നമ്മളുടെ ഈ പ്രേമാരികളിൽ ഒഴുകി വരുന്ന വെള്ളം കടന്നു പോകാനുള്ള വഴികൾ നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിന് ഒരുപക്ഷെ നമ്മുടെ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും നമുക്ക് ഒന്നു ചേർന്ന് അതൊരു ചർച്ചയാക്കി മാറ്റുകയും ഗൗരവമായിട്ടുള്ള ചില നടപടികളിലേക്ക് മുന്നിട്ടിറങ്ങുകയും വേണം. എനിക്കറിയാം ഇപ്പോൾ ആ ചർച്ചയ്ക്കുള്ള സമയമല്ലെന്ന്. പക്ഷേ നാം മറക്കാതിരിക്കണം. നമുക്ക് തുടർന്നും ഈ ദുരന്ത മേഖലയിലേക്ക് പോകാം. അതോടെ തീരരുത്. ഇനി ഇവരുടെ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കാൻ, അവർക്ക് ഭവനങ്ങളുണ്ടാകാൻ, അതുപോലെ തന്നെ ഇനി നമ്മൾ ആ പ്രദേശങ്ങളിലേക്ക് അധിവസിക്കാൻ ചെല്ലുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുവാൻ, അതിനുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള അവസരങ്ങളെ നേരിടാം. കർത്താവ് നമുക്ക് കൂട്ടായിരിക്കട്ടെ. ആരുണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കാനെന്ന നിലവിളി നാം കേൾക്കുന്നുണ്ട്. കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്കൊന്നു ചേരാം.